നല്ല പടമായിരുന്നു, നല്ല അഭിനയമായിരുന്നു. മമ്മൂട്ടിന്റെ വിധേയൻ എന്നുള്ള കുറെ വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി ഒരു അവാർഡ് പടത്തിൽ അഭിനയിച്ചെന്നുള്ള ഒരു പ്രത്യേകത കൂടി. നല്ല പടമായിരുന്നു, നല്ല അഭിനയമായിരുന്നു മമ്മൂട്ടിന്റെ. നല്ല ഒരു സ്റ്റോറി, നല്ലൊരു സ്റ്റോറി ആയിരുന്നു. ഇതിന് മുമ്പ് ഇറങ്ങിയ സിനിമകളൊക്കെ ഇല്ല, അതിനെക്കാട്ടി ഡിഫറെന്റ് ആണോ? കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു, പക്ഷെ എന്നാലും നല്ല. മമ്മൂക്കയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല അഭിനയമായിരുന്നു. എക്സ്പീരിയൻസ് ആണ്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ്. പിന്നെ വേറെ എന്തൊക്കെയാണ് ബ്രോന് തോന്നിയ സിനിമ കണ്ടപ്പോൾ? സിനിമ കുറച്ച് നല്ല കുറച്ച് കോമഡി ഉണ്ട്, നല്ല പിന്നെ നല്ല സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല, എല്ലാവർക്കും മനസ്സിലാവും. നെഗറ്റീവായിട്ട് തോന്നിയപ്പോ? നെഗറ്റീവ് തോന്നിട്ടില്ല. നല്ലൊരു സിനിമയാണ്, ഒരു ആർട്ട് മൂവിയാണ്. അതായത് മമ്മൂട്ടിന്റെ വിധേയൻ എന്നുള്ള കുറെ വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി ഒരു അവാർഡ് പടത്തിൽ അഭിനയിച്ചെന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ പടത്തിലുണ്ട്. അതായത് മമ്മൂട്ടിന്റെ വിധേയൻ എന്നുള്ള കുറെ വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി ഒരു അവാർഡ് പടത്തിൽ അഭിനയിച്ചെന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ പടത്തിലുണ്ട്. ഈ പടത്തിന്റെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിശ്ശേരി ജല്ലിക്കെട്ടിന് ശേഷം ഇതൊരു അവാർഡ് മൂവിയായിട്ട് എടുത്തു എന്നുള്ളതും ഇതൊരു പ്രത്യേകതയുണ്ട്. പിന്നെ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു യാത്ര പോകുന്നതാണ്, ഒരു തമിഴ് സംസ്കാരവും ഇതൊരു പഴനി ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. ഒരു കൂട്ടം ആൾക്കാർ നാട്ടിൽ നിന്ന് ഒരു വിനോദയാത്രക്ക് പോയി ആ സ്ഥലത്തിലെ ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന ഒരു ഗ്രാമീണ സ്വഭാവമുള്ള ഒരു ആർട്ട് പടമാണ്. ഇതൊരു സ്റ്റേറ്റ് അവാർഡിലേക്ക് തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട് ഈ പടം. മമ്മൂട്ടി നന്നായി അഭിനയിച്ചിട്ടുണ്ട്. നെഗറ്റീവ് വേർഷൻ ഇല്ല, ഇത് നമ്മളിവിടെ ഒരു ഫിലിം ഫെസ്റ്റിവലിലെല്ലാം വന്ന് അങ്ങനെ കാണേണ്ട ഒരു പടം തന്നെയാണ്. ഒരു കമേഴ്ഷ്യൽ ഫിലിം അല്ല, ഒരു ആർട്ട് ഫിലിമാണ്. ഡിഫറെന്റ് ആണ്. അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നുമില്ല, മ്യൂസിക് ഒന്നുമില്ല, നമ്മളൊരു ആർട്ട് മൂവി തന്നെ കറക്റ്റ് ആയിട്ടുള്ളത്. കണ്ടിരിക്കാം. സാറ്റിസ്ഫൈഡ് ആണ്. ஆனால் ഇത് എന്റർടൈൻമെന്റ് കമേഴ്ഷ്യൽ പടം கிடையாது, എവിടെ ഒരു ആർട്ട് പടമാണ്. സ്റ്റേറ്റ് അവാർഡ് മൂവി.